ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രം എടുക്കാം കേട്ടോ. അപ്പോൾ ഈ പാത്രത്തിലേക്ക് നമുക്ക് ഒരു 3 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ സാധാരണ വീട്ടിൽ പുട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് 3 കപ്പ് എടുത്തിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് അതേ കപ്പിൽ തന്നെ 1 കപ്പ് അളവിൽ അവലെടുക്കാം. അപ്പോൾ ഞാൻ ഈ അവലൊരു 3 പ്രാവശ്യമായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 പിഞ്ച് അപ്പജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിനെ ഒന്ന് വീണ്ടും കുതിർത്താനായിട്ട് നമുക്ക് അവിടെ വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാനിവിടെ 2.5 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. നമ്മൾ കുതിർത്തി വെച്ചിരുന്ന അവൽ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടെ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുള്ളത് കൊണ്ട് കുറച്ചുകൂടെ തേങ്ങാപ്പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതിനൊന്ന് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിവിടെ 3 കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടില്ലേ, അതിനകത്തേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കുറേശ്ശെയായിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് നമുക്കൊരു സ്പൂൺ വെച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങാ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് 125 ml കപ്പിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ല ക്രീമി ആയിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ അവൽ കുതിർത്ത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതോടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ വീണ്ടും നമുക്ക് നന്നായിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് വീണ്ടും നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. നമുക്ക് ഇത്രയും ഒരു ലൂസിൽ തന്നെ നമുക്കിത് എടുക്കാം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മധുരം ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് മധുരവും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാനിവിടെ വച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാത്രം മുഴുവനായിട്ട് ഇത് നിറഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് കൂടെ മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പുളിച്ച് വരുമ്പോഴേക്കും ഒരുപാട് അങ്ങ് പൊങ്ങി താഴേക്ക് പോകും. അപ്പോൾ ഞാൻ ഇതേ അളവിൽ തന്നെയുള്ള മറ്റൊരു പാത്രം കൂടെ എടുത്തിട്ട് പകുതിയോളം ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 2 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മാവ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് 2 പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. അപ്പോൾ ഞാനത് 2 പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇവിടെ മാറ്റി പൊങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഏകദേശം 5 മുതൽ 6 മണിക്കൂർ വരെ നമുക്കിത് പൊങ്ങാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 5 മണിക്കൂറിന് ശേഷം ഞാനിത് എടുത്തപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിലുള്ളത് മാത്രം നമ്മൾ എടുക്കാം, ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുവാണ്. ഇനി നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പം ഇതുപോലെ നല്ലതായിട്ട് ലൂസാക്കി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് അടുപ്പിൽ നമുക്ക് അപ്പച്ചട്ടി വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മാവ് ഇതുപോലെ കോരി ഒഴിച്ചിട്ട് നമുക്ക് അപ്പച്ചട്ടി ഇങ്ങനെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ചുട്ടി വട്ടത്തിലാക്കാം. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് അത് ഓരോന്നായിട്ട് അതിൻ്റെ പാകത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം. അങ്ങനെ ഇതുപോലെ ഞാൻ ഓരോന്നായിട്ട് കോരി ഒഴിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പം നമുക്കിങ്ങനെ ഓരോന്നായിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഞാനിതിങ്ങനെ ഓരോന്നും ഇങ്ങനെ കോരി ഒഴിച്ചിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്, നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരേ ചൂടിലായിരിക്കണം നമ്മളിത് ഉണ്ടാക്കേണ്ടത് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നതെങ്കിൽ അത് തന്നെയായിരിക്കണം നമ്മൾ അവസാനം വരെ ഉണ്ടാക്കേണ്ടത്. അങ്ങനെ നമ്മുടെ അപ്പം പൂർണ്ണമായിട്ടും എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്.